പ്രിയമുള്ളവരെ, ശരിക്കും എന്താണ് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭയം നമ്മെ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ അൻവർ സാം, ആർക്കിടെക്റ്റ് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. സൂഫി ഗുരുവായ റൂമി ഭയത്തെക്കുറിച്ച് പറയുന്നത് വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. റൂമി പറയുന്നുണ്ട്, ഭയം എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭയം. അത് നമ്മളിൽ ഭയം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കാൻ പോകുന്നു, അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയില്ല, അതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധമില്ല. അതല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കാണുകയാണ്. ഇതാണ് നമ്മളിൽ ഭയമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് ആ ഭയം വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇതുപോലുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ഭയം എന്ന എനർജി അത് ആക്റ്റീവ് ആവുകയാണ് ശരിക്കും നമുക്ക് ഭയമുണ്ടാകുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, പുറമേ സംഭവിക്കുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മെ സ്വാധീനിക്കുന്നത്. അതായത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പുറത്തു നടക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന റിഫ്ലക്ഷനാണ് നമ്മളെ സഫറിങ്സിലേക്ക്, ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കുവാൻ കഴിയുക? അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. കാരണം ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കൈകളിലല്ല. ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. നമ്മൾ ഈ അണ്ടഘടാഹം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ ഒരു ചെറിയ ഒരു ശതമാനമാണ് മനുഷ്യനെന്ന് പറയുന്നത്. ഒരു ചെറിയ ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, അതിനെ ജഡ്ജ് ചെയ്യാതെ, അതിനെ വിലയിരുത്താതെ നടക്കുന്ന കാര്യത്തെ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, മാത്രമല്ല എന്താണ് വേണ്ടത് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞാൽ, ഭയത്തെ വളരെ നന്നായി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. എന്ന് മാത്രമല്ല, ഭയമുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കി മാറ്റാൻ കഴിയും, സാഹസികതയാക്കി മാറ്റാൻ കഴിയും. ഭയത്തെ സാഹസികതയാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അങ്ങോട്ട് പോകുവാൻ ഭയം, ഇങ്ങോട്ട് പോകുവാൻ ഭയം, അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ ഭയം എന്നൊക്കെ പറയുന്നു. നമ്മളതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാവുക. ആ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മുടെ തുറന്ന ഒരു മനസ്സോടുകൂടിയാവുക, എനർജറ്റിക് ആയിട്ടുള്ളൊരു മനസ്സോടുകൂടിയാവുക, സ്വീകരിക്കുവാനുള്ള ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവത്തോടു കൂടിയാവുക. ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഭയത്തിൽ നിന്നും മാറുമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് സ്റ്റേജിൽ കയറുവാനുള്ള ഭയം. സ്ഥിരമായി 2 or 3 പ്രാവശ്യം നമ്മൾ സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭയം മാറുന്നതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഭയത്തെ മാറ്റുവാൻ അതിനൊരു അഡ്വഞ്ചറായിട്ട് എടുക്കുക, കുറച്ച് സാഹസികതയായി എടുത്തുകൊണ്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമാണ് എങ്കിൽ, അത്തരം സംഭവങ്ങളെ, സാഹചര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്നും ഇറക്കി വിടുക എന്നുള്ളതാണ്, അതിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒന്ന്, നമുക്ക് മെഡിറ്റേഷനിലൂടെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് ഭയത്തിൽ നിന്ന് മോചനം നേടാൻ ആവശ്യമായ ഒരുപാട് തെറാപ്യൂട്ടിക് മെത്തേഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ഭയം തോന്നുന്നുണ്ടെങ്കിൽ, എന്തിലെങ്കിലും കാര്യത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉടൻ തന്നെ വിദഗ്ധരായ ആളുകളെ കാണുകയും ഉപദേശം നേടിക്കൊണ്ട് അതിൽ നിന്ന് മോചനം നേടി വളരെ ശക്തമായി ഒരു മനസ്സോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ ജീവിതം എന്ന് പറയുന്നത്
നമുക്ക് വലിയ അനുഗ്രഹമായി ലഭിച്ചതാണ്. അമൂല്യമാണ്, നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത അത്രയും മൂല്യമുള്ളതാണ്. അപ്പോൾ ആ ജീവിതത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുക. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് ഭയത്തെ, ഫിയറിനെ അഡ്വഞ്ചറാക്കി മാറ്റാൻ കഴിയട്ടെ. ഭയത്തെ സാഹസികതയായി കാണുവാനും അതിലൂടെ അതിനെ അതിജീവിക്കുവാനും കഴിയുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയും. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.